ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ക്യാൻസറിന് വേണ്ടിയിട്ട്, ക്യാൻസർ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് മാർച്ച് മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. പിന്നെ നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് കൺസൾട്ടേഷൻ വേണം വെച്ചാൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ കൺസൾട്ടേഷൻസ്, പെയ്ഡ് കൺസൾട്ടേഷൻ റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കാണും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. മാർച്ച് മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കും എന്ന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ക്യാൻസർ എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി? നിങ്ങളുടെ മാർച്ച് മാസത്തിൻ്റെ ഓവറോൾ എനർജി കിങ് ഓഫ് കപ്സ് ആണ്. പാസ്റ്റിൻ്റെ എനർജി വേൾഡ് എനർജി. കറണ്ട് സിറ്റുവേഷനിൽ ഞാൻ കാണുന്നത് 5 ഓഫ് പെൻറ്റിക്കിൾസ്. ഫ്യൂച്ചറിൽ വരാൻ പോണ എനർജി എന്താണ്? 4 ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ ചാലഞ്ച് ആയിട്ട് എന്താണ് ഈ മാസം? ചാലഞ്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെത്ത് ആണ്. എന്താണ് നിങ്ങളുടെ അഡ്വൈസ്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് വന്നിരിക്കുകയാണ് 10 ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടറിൽ എന്താണ്? സർപ്രൈസ് ആയിട്ട് വരുന്നത് ക്വീൻ ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഔട്ട്കം. അപ്പോൾ ക്യാൻസർ ഇവിടെ ഞാൻ കാണുന്നത് കിങ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഓക്കെ, അപ്പോൾ കിങ് ഓഫ് കപ്സ് ഒരു പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ എനർജിയാണ്. നിങ്ങളുടെ തന്നെ എനർജിയാണ് ഇത് ഇമോഷണൽ ബാലൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഞാൻ കാണുന്നത് നിങ്ങൾ ഈ മാസം ഒരു ഇമോഷണലി സ്റ്റേബിൾ എനർജിയിലാണ് വരാൻ പോണത്. അപ്പോൾ എന്താണ് ഈ കിങ് ഓഫ് കപ്സിൻ്റെ എനർജി? നൈറ്റ് ഓഫ് സോഡ്സ്. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു സഡൻ ചേഞ്ച് ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു സഡൻ ഓപ്പർച്യൂണിറ്റി ആവാം. ഇല്ലച്ച ആരോ നിങ്ങളുടെ അടുത്തേക്ക് വരണു, ഒരു അൺഎക്സ്പെക്റ്റഡ് വേയിലാണ് വരണത്. അവർ പറയണതും എന്തോ നിങ്ങൾ പ്രതീക്ഷിക്കാണ്ടാണ് പറഞ്ഞാൽ ഒരു സർപ്രൈസ് മാതിരി ഒരു എനർജി. അതിൻ്റെ കാരണം കുറച്ച് നിങ്ങൾക്ക് ടെൻഷനും സ്ട്രെസ്സൊക്കെ ഉണ്ടാവണു. അപ്പോൾ ഈ പേഴ്സൺ ആരാ വരണ വെച്ചാൽ അവരെന്താ പറയണ വെച്ചാൽ അതിനെ മനസ്സിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ സ്ട്രെസ്സും ടെൻഷനൊക്കെ ഉണ്ടാവണേ. അപ്പോൾ നമ്മൾക്ക് നോക്കാം അതെങ്ങനെയാ ബാക്കിയുള്ള മെസ്സേജസിൻ്റെ കൂടെ ഫിറ്റ് ആവണേന്ന്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ ഞാൻ കാണുന്നത് എന്തോ ഒരു എൻഡിങ്ങും ഒരു പുതിയ തുടക്കമാണ്, വേൾഡ് എനർജി. അപ്പം നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു സൈക്കിൾ നിങ്ങൾ ക്ലോസ് ഔട്ട് ചെയ്തു. നിങ്ങളുടെ എന്തോ ഒരു റിലേഷൻഷിപ്പ് ഇല്ല, ജോലി എന്തോ ഒരു കംപ്ലീഷനായി, എന്തോ നിങ്ങൾ ക്ലോസ് ഔട്ട് ചെയ്തു ആ ചാപ്റ്റർ. അപ്പം എന്താണ് ഈ വേൾഡ് എനർജി? ക്വീൻ ഓഫ് സോഡ്സ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഡിവോഴ്സ്ഡ് ആണ്, അതല്ല ഡിവോഴ്സ് ഫൈനലായി. എല്ലാവർക്കും ഇത് ബാധിക്കില്ല, പക്ഷെ ചിലവർക്ക് നിങ്ങളുടെ ഡിവോഴ്സിൻ്റെ പ്രോസസ്സ് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു ചാപ്റ്റർ ക്ലോസ് ഔട്ടായി. അപ്പോൾ എന്തോ അങ്ങനത്തെ ഒരു വലിയ ഒരു സിറ്റുവേഷൻ, എന്തോ ഒരു ലൈഫിൽ എന്തോ ഒരു വലിയ ചേഞ്ച് ആവണ മാതിരി. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു, അതിന്ന് ഇപ്പോൾ നിങ്ങൾ പുറത്തു വരണു, ആ സിറ്റുവേഷനെ എൻഡ് ചെയ്യണു. കുറെ ക്ലാരിറ്റി വെച്ചിട്ടാണ് ഇതുണ്ടാവണത്. അപ്പോൾ കറണ്ട് സിറ്റുവേഷൻ മാർച്ചിൽ ഞാൻ കാണുന്നത് ഒരു ലോ ഫീലിംഗ്, ഒരു ലോസിൻ്റെ ഫീലിംഗ്. ചിലവർക്ക് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ജോലി പോയിച്ച ജോലി നിങ്ങൾ വിട്ടുവച്ച ഇവിടെ ഫിനാൻഷ്യലി കുറച്ച് ഈ മാസം ഒരു ഡിഫിക്കൾട്ട് സമയമായിരിക്കാം. ഇതൊരു റിലേഷൻഷിപ്പാണ് എൻഡായി വെച്ചാൽ അതിലും നിങ്ങൾ ലോ ആയിട്ടാണ് ഫീൽ ചെയ്യണത്. എന്താ വെച്ചാൽ അത് വർക്കൗട്ട് ആയില്ല നിങ്ങൾ വിചാരിച്ച പോലെ. കുറേ ഇല്യൂഷൻസും കൺഫ്യൂഷൻ ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ. മൂൺ എനർജി ഉണ്ട്. കുറേ ലോ ആയി ഫീൽ ചെയ്യണു. ഇമോഷണലി നിങ്ങൾ അത്ര ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലല്ല. പക്ഷെ നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ട് അത് ഫ്യൂച്ചറിലെല്ലാം ശരിയാവുമെന്ന്. അപ്പം എന്തോ പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യണത്. എന്തോ ഒരു വെയിറ്റിംഗ് എനർജി ഉണ്ട് ഇവിടെ. ഞാൻ കാണുന്നത് ഫ്യൂച്ചറിൽ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വരണു, ഒരു സെലിബ്രേഷൻ വരുന്നുണ്ട്. അപ്പം എന്താണ് ഈ പുതിയ റിലേഷൻഷിപ്പ്? പുതിയതാണോ റീകൺസിലിയേഷൻ ആണോ? അപ്പോൾ നിങ്ങൾ മുമ്പോട്ടേക്ക് പോകണു, നിങ്ങളുടെ ലൈഫ് മുമ്പോട്ടേക്ക് പോകണു. ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലുണ്ട്, ഒരു മാരേജ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട് ഇവിടെ. കുറേ ഒരു ലവിൻ്റെ റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ ഒരു നല്ല ഒരു
ലവ് റിലേഷൻഷിപ്പാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ ചാലഞ്ച് എന്താ ഈ മാസം വെച്ചാൽ എന്തോ നിങ്ങളുടെ ലൈഫിൽ ഞാൻ പറഞ്ഞ മാതിരി എൻഡായി. അപ്പോൾ ഈ എൻഡിങ് ഡെത്ത് എനർജിയാണ്. ഈ എൻഡിങ് ഒരു പെർമനന്റ് എൻഡിങ് ആണ്. ഇങ്ങനത്തെ ഒരു കാർഡ് വരുമ്പോൾ അത് നിങ്ങൾ ആ സിറ്റുവേഷനിൽ ഇപ്പോൾ തിരിച്ചു പോകാൻ പറ്റില്ല. അതിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു എൻഡിങ് ആണ് ഇത്. അപ്പോൾ നിങ്ങൾ കുറേ നിങ്ങളുടെ എനർജി ബാലൻസ്ഡ് അല്ല. എന്താ വെച്ചാൽ ഈ എൻഡിങ് ഉണ്ടാവുമ്പോൾ ഒബ്വിയസ്ലി വിഷമമുണ്ട്. ഇതൊരു സഡൻ ചേഞ്ച്, ഒരു സഡൻ അൺഎക്സ്പെക്റ്റഡ് ഒരു എൻഡിങ് ആയിരുന്നു. അപ്പോൾ അതിനെ കുറച്ച് മനസ്സിലാക്കാനും നിങ്ങൾക്ക് കുറച്ചൊരു സമയം എടുക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ഉണ്ടായി, എന്താണ് ഇങ്ങനെ ഉണ്ടായി, അതൊക്കെ കുറച്ചൊരു ആക്സെപ്റ്റ് ചെയ്യാൻ സമയം എടുക്കുന്നുണ്ട്. അഡ്വൈസ് പറയണേ നിങ്ങൾക്ക് എന്താ വെച്ചാൽ 10 of Wands ആണ്. യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു വലിയ ചാപ്റ്റർ ക്ലോസ് ഔട്ട് ആയി, പക്ഷെ അതിനെ ഇപ്പോൾ ലെറ്റ് ഗോ ചെയ്യുക. എന്താ വെച്ചാൽ അതിൻ്റെ ഭാരം ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ട്, കുറേ വിഷമമുണ്ട്, കുറേ ഗിൽട്ട് ഉണ്ട്. അതിനൊക്കെ ഇപ്പോൾ ലെറ്റ് ഗോ ചെയ്യാനുള്ള സമയമായിരിക്കണം. ഹൈ പ്രീസ്റ്റസ്, ഇവിടെ ഒരു ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഒരു ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി കാണാണ്ട് ഇവിടെ. അപ്പോൾ ഈ പേഴ്സന്റെ കൂടെ ആയിരിക്കും നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടാവുക. അതല്ല ഈ പേഴ്സൺ നിങ്ങളുടെ പാർട്ട്ണർ ആയിരുന്നു. അതുമല്ല മേ ബി ഈ പേഴ്സൺ നിങ്ങളുടെ ആരോ ഫ്രണ്ട് ആയിരിക്കാം. നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ മുമ്പോട്ടേക്ക് പോകണു. ഇതൊരു പുതിയ പേഴ്സണും ആവാം നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ എന്തായാലും നിങ്ങളോട് യൂണിവേഴ്സ് മുമ്പോട്ടേക്ക് പോകാനാണ് പറയണത്. ഇപ്പോഴത്തെ സമയം കുറച്ച് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ഒരു സ്റ്റെബിലിറ്റി ചിലപ്പോൾ ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾ പോകണത് സ്റ്റെബിലിറ്റിയിലേക്കാണ്. ക്വീൻ ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടർ. നിങ്ങളുടെ എനർജിയിൽ ഞാൻ ആദ്യം ലവ് കാണുന്നുണ്ട്, ഇമോഷൻസ് കാണുന്നുണ്ട്. നിങ്ങളുടെ എനർജിയിൽ ഞാൻ കുറേ അബണ്ടൻസ് കാണുന്നുണ്ട്. ഒരു മദറുടെ എനർജി ഉണ്ട്. അപ്പം നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഓൾറെഡി കുട്ടികളൊക്കെ ഉണ്ടാവും നിങ്ങളുടെ, പക്ഷെ ഇവിടെ ഹാർട്ട് ബ്രേക്കും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏതോ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരണോ, ഹീൽ ചെയ്യണോ, റിക്കവർ ചെയ്യണോ. 8 of Wands ആണ് ഔട്ട്കം. അപ്പം ഞാൻ നിങ്ങളുടെ ലൈഫിൽ കുറേ ഫോർവേഡ് മൂവ്മെന്റ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. നിങ്ങൾ ഈ പുതിയ തുടക്കം വരുമ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആവും. കുറേ ഓപ്ഷൻസും ഉണ്ട് നിങ്ങൾക്ക് വരാൻ പോണ ലൈഫിൽ. പക്ഷെ കൺഫ്യൂഷൻ വെക്കരുത്. നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു സ്റ്റേബിൾ ബിഗിനിങ് വരുന്നുണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതൊരു പുതിയ ജോലി ആവാം, അതല്ല ഒരു റിലേഷൻഷിപ്പ് ആവാം, പക്ഷെ എന്തോ ഒരു പുതിയ തുടക്കം ഉണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ് എന്താണ് പറയണേ? ഒറക്കിൾ മെസ്സേജ് പറയണത് കോംപ്രമൈസ് എന്നാണ്. ഇവിടെ വന്നിരിക്കണേ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. ഓക്കെ, അപ്പോൾ ഇതാണ് 2 കാർഡ്സ് വന്നിരിക്കണേ. അപ്പോൾ ക്യാൻസർ, ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് കുറേ പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ ഉണ്ട്, ടോറസ്, വെർഗോ, കാപ്രിക്കോണും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അക്വേറിയസ്, ലീബ്ര, ജെമിനി. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.